നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു. അല്പസമയത്തിന് മുൻപ് മോഹൻലാൽ എളമക്കരയിലെ വീട്ടിലേക്ക് എത്തി. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നാളെ രാവിലെ തിരുവനന്തപുരത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഇന്നു രാത്രി തന്നെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. അബ്ദുൾ റഹീം വീട്ടിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. റഹീമെ, ഈ സമയം അത് അതികഠിനമാണ്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ അമ്മ നമ്മൾ മലയാളികൾക്ക് ഓരോരുത്തർക്കും നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. കാരണം മോഹൻലാൽ ഏതൊരു പൊതുവേദിയിലെത്തിയാലും അല്ലെങ്കിൽ ഏതൊരു ഇൻ്റർവ്യൂവിന് പോയാലും ഒക്കെയും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരെണ്ണം അത് അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതായിരിക്കും. അമ്മയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ് നമുക്കൊക്കെ അത്രയും നന്നായി തന്നെ അറിയാവുന്ന ഒരാളാണ്. ആ അമ്മയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ആരൊക്കെ എത്തുന്നു? എപ്പോഴാണ് ഇനി ഈ ഭൗതിക ശരീരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക? വിവരങ്ങൾ എങ്ങനെയാണ് റഹീം? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. നമുക്കറിയാം, മോഹൻലാലിനൊപ്പം പൊതുവേദികളിലൊക്കെ തന്നെ എത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ശാന്തകുമാരി അമ്മ. 90 വയസ്സായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വീട്ടിൽ, അതായത് എളമക്കരയിലെ ഈ ഒരു വീട്ടിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടിയാണ് ഈ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിലവിൽ നേരത്തെ മമ്മൂട്ടി, അതുപോലെ തന്നെ ജയസൂര്യ, അതുപോലെ തന്നെ ഗണേഷ് കുമാർ, സായി കുമാർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിരുന്നു. മമ്മൂട്ടി നേരത്തെ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. ഇപ്പോൾ മോഹൻലാലിനൊപ്പം വീട്ടിനകത്ത് രഞ്ജി പണിക്കർ, അതുപോലെ തന്നെ സായി കുമാർ, ബിന്ദു പണിക്കർ, മന്ത്രി ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാൻ കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ആ രീതിയിൽ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാത്രി നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ രാത്രി 8 മണിയോടുകൂടി ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെയാകും ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ മോഹൻലാൽ, അതായത് മാധ്യമങ്ങൾ അകത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. കാരണം അദ്ദേഹം ഒരു പ്രത്യേക റിക്വസ്റ്റ് നടത്തിയിരുന്നു. കാരണം ഇപ്പോൾ നിലവിൽ ദൃശ്യങ്ങളോ മറ്റോ എടുക്കാൻ അകത്തേക്ക് പ്രവേശിക്കരുത് എന്നൊരു അഭ്യർത്ഥന അദ്ദേഹം നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ അകത്തേക്കൊന്നും തന്നെ കയറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളാണ്. അതുകൊണ്ട് ആ രീതിയിൽ അത്തരത്തിൽ തന്നെ അമ്മയോടൊപ്പം ഇരിക്കാനുള്ളൊരു താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ആ രീതിയിൽ തന്നെ അദ്ദേഹം അവിടെ തുടരുകയുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 89ാം പിറന്നാളിന് വളരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയുള്ള ഒരു പിറന്നാൾ ആഘോഷമൊക്കെ മോഹൻലാൽ നടത്തിയിരുന്നതാണ്. അന്ന് വലിയ രീതിയിൽ തന്നെ അമ്മയെ സന്തോഷിപ്പിച്ചിരുന്നതുമാണ്. വളരെ സർപ്രൈസ് ആയിട്ടുള്ളൊരു പരിപാടിയൊക്കെ ആയിരുന്നു ആ രീതിയിൽ അന്ന് പ്ലാൻ ചെയ്തതും നടത്തിയതുമൊക്കെ. അങ്ങനെ അത്ര കണ്ട് അമ്മയെ സ്നേഹിച്ചിരുന്ന ഒരു നടനാണ് മോഹൻലാൽ. അപ്പോൾ സ്വാഭാവികമായും അമ്മയുടെ വിയോഗം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ വേദനയുണ്ടാക്കുന്നത് ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനും കഴിയും. ഏതായാലും നിലവിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അയൽവാസികളായിട്ടുള്ള ആളുകളുണ്ട്. കൂടാതെ മോഹൻലാലിനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ എത്തുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അല്പസമയം പ്രമുഖരായിട്ടുള്ള എല്ലാ ആളുകളും തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയും അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടി തന്നെ ഇപ്പോൾ സംവിധായകൻ സിബി മലയിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. അങ്ങനെ തുടങ്ങി സിനിമാ മേഖലയിൽ നിന്ന്, രാഷ്ട്രീയ മേഖലയിൽ നിന്ന്, സാംസ്കാരിക മേഖലയിൽ നടക്കമുള്ള നിരവധി ആളുകൾ ഈ രീതിയിൽ മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി ഈ വീട്ടിലേക്ക്, എളമക്കരയിലെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിരവധി ആളുകൾ അല്ലാതെയും, അതായത് സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകളും ഈ ശാന്തകുമാരി അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്ന് രാത്രി 8 മണിയോടുകൂടി ഇവിടെ നിന്ന് മൃതദേഹം തിരുവനന്തപുരത്തെ വസതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം തിരുവനന്തപുരത്തെ വസതിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുക. സേതു.